ഹായ്. ഹലോ. നമ്മളെ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഇത്ര ആളും നമ്മൾ സോഷ്യൽ മീഡിയ ഒടുങ്ങി, അതായത് ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ഞാൻ വന്നിട്ട് ആഫ്റ്റർ എൻ്റെ അമ്മ സൂപ്പറാന്ന് ഷോന് ശേഷമാണ്. അപ്പം മുതൽ നമുക്ക് കമൻസിലൂടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഹേർട്ട് ചെയ്യണത് ഉണ്ടാവാറുണ്ട്. നമുക്ക് ചിലതൊക്കെ ദേഷ്യമല്ല, നമുക്ക് സങ്കടം വരും. ആ ടൈപ്പ് കമന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. റിയാക്ട് ചെയ്യല് കുറവാ, പക്ഷെ ഇപ്പൊ റിയാക്ട് ചെയ്യണോന്ന് തോന്നി. റിയാക്ട് ചെയ്തേ മതിയാകും എന്നുള്ള അവസ്ഥയിലെത്തി. കാരണം പേഴ്സണലി മെസ്സേജ് കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഫ്രീഡം ആണ്. ഇപ്പൊ അതെ, നമുക്കും ഇഷ്ടമുള്ള വീഡിയോസ് ഇപ്പൊ എല്ലാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഓരോരോ ചോയ്സസ് ആണ്. പിന്നെ നമ്മളാണെങ്കിലും ഇമോജിയിലൂടെയാ അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെയൊക്കെ നമ്മളുടെ റിയാക്ഷൻസ് കാണിക്കലുണ്ട്. ഇത് കമന്റ് മാത്രല്ലാണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് തുടങ്ങി. ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് ഈ ഓണവും നബിദിനവും കൂടി ഒരുമിച്ച് വന്നതാണ് മെയിൻ കാര്യം. അതെ, ഞാൻ നബിനെ മറന്ന് മഹാബലിനെ ഓർത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതെ വേർതിരിവുണ്ടാക്കണം എന്തിനാണ്? എല്ലാരും മനുഷ്യരൊന്നല്ലേ? ഞാൻ പറഞ്ഞതിന് എനിക്കിട്ട് കിട്ടുന്നുണ്ട് കൊറേയൊക്കെ. എല്ലാരും ഒന്നാണ്. നബിദിനം എന്ന് പറഞ്ഞാൽ രാവിലെ ഹാൻഡിലായി പോരാ, രാവിലെ റാലിക്ക് പോകണ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എനിക്ക്. വേറെ അല്ലാത്ത ഓർമ്മകളൊന്നും എനിക്കില്ല. ഉച്ചക്ക് ഭക്ഷണം കിട്ടും, കഴിഞ്ഞ്. വേറെ അങ്ങനത്തെ നിനക്ക് ഉണ്ടാടി നമുക്കൊക്കെ നബിദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, കുഞ്ഞില് ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് രാവിലെ എണീച്ച് പുതിയ ഉടുപ്പിട്ടിട്ട് റാലിക്ക് പോകും. റാലിക്ക് പോകുന്ന പറഞ്ഞാൽ ഇഷ്ടം പോലെ മിഠായി കിട്ടുക. റാലിക്ക് പോകണതിനാണ് മിഠായി, ഐസ്ക്രീം. ഇന്ന് വരെ നമ്മളെ കയ്യിൽ ഉണ്ടാവാത്ത അത്ര മിഠായി അന്നത്തെ ദിവസം കിട്ടും മെയിനായിട്ട്. പിന്നെ അയ്യോ പരിപ്പോടെ കരിഞ്ഞോ, സ്പീഡ് എടുക്കട്ടെ. പിന്നെ നമുക്ക് പള്ളിയിൽ തിരിച്ചു വരുമ്പോ ഉച്ചക്ക് ചോറ് കിട്ടും. അന്ന് അതൊക്കെ വലിയ കാര്യമാണ്. പിന്നെ വൈകുന്നേരം ആവുമ്പോ നമ്മളെല്ലാവരുടെയും പരിപാടികൾ, അതായത് ഖുർആൻ പാരായണം, മാപ്പിളപ്പാട്ട്, അങ്ങനത്തെ ഇതൊക്കെ ഉള്ളു നബിദിനത്തിന്റെ ഓർമ്മകള്. അല്ലാണ്ട് പിന്നെ പള്ളികളിൽ മൗലൂദ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മൗലൂദിന് അങ്ങനെ ഉമ്മമാരൊന്നും പോവില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ. അല്ലാണ്ട് എന്റെ ഒരു അനുഭവം പറഞ്ഞിട്ട്, ഞാൻ പഠിച്ച മദ്രസയിലൊക്കെ അങ്ങനെ നബിദിനമൊക്കെ റാലി അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അതെന്റെ ഉമ്മച്ച എന്നെ കൊണ്ടാക്കിയ മദ്രസയിലാണ്. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോ, കുറച്ചധികം വലുതായി കഴിഞ്ഞപ്പോ ഉപ്പ എന്നെ ഒരു പള്ളിയിൽ കൊണ്ടുപോയിരുന്നു. രണ്ട് വിഭാഗക്കാരാണ്. വിഭാഗമൊന്നും ഞാൻ എടുത്ത് പറയാനില്ല. അവര് ഈ നബിദിനമൊന്നും ആഘോഷിക്കൂല. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് എന്റെ ഉമ്മച്ച കാണിച്ചു തന്ന അതാണോ ശരി, എന്റെ ഉപ്പ കൊണ്ടുപോയ വിഭാഗമാണോ ശരി? എനിക്ക് ഇതിനൊന്നൊരു ഉത്തരവില്ല. ശരിക്കും പറഞ്ഞാൽ ആരാണ് ശരി തെറ്റെന്നൊന്നും മനസ്സിലാവില്ല. ഒരു കൂട്ടര് പറയും നബിദിനം ആഘോഷിക്കാൻ പാടില്ല, ഒരു കൂട്ടര് പറയും ജന്മദിനങ്ങൾ ആഘോഷിക്കരുത്, നബിദിനം ഉൾപ്പെടെ ആഘോഷിക്കരുതെന്ന് പറയും. അപ്പൊ എനിക്ക് ഇതിനൊന്നും എനിക്ക് ഇത്രയും വർഷമായിട്ട് എനിക്ക് ഇതിനൊരു ആൻസർ എനിക്ക് വിശ്വാസയോഗ്യമായ ഒരു ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മള് ആഘോഷങ്ങൾക്ക് ഞാൻ എതിരൊന്നുമല്ല. എനിക്ക് ഇഷ്ടമാണ് ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നത്. അതുപോലെ നബിദിനം ആഘോഷിക്കുമ്പോ എല്ലാരോടും നമ്മളും ആഘോഷിക്കും. അതിങ്ങനെ കാണിക്കാറൊന്നുമില്ല. ഓണമായിട്ട് കാണിച്ചതല്ല. ഓണം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാരും കൂടി ഒരു ഗെറ്റ് ടുഗദർ ആണ് ഉദ്ദേശിച്ചത്. സ്കൂൾ കൂട്ടി ഒരുമിച്ച് എല്ലാരും കൂടി ഇരിക്കുക. പിന്നെ സദ്യ എന്ന് പറയണത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള സംഭവമല്ല. ഇപ്പൊ നമ്മളൊരു വെജിറ്റേറിയൻ കടയിൽ പോയി കഴിഞ്ഞാല് അവിടെ നമുക്ക് സദ്യയല്ലേ കിട്ടണം. അപ്പൊ അമ്മ പറയോ, ഞങ്ങളിത് കഴിക്കൂല, ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പാടില്ല എന്ന് നമ്മള് പറയൂലോ. നമ്മള് സദ്യ കഴിക്കരുതായിരുന്നു, ഹിന്ദുക്കളാണ് അത് കഴിക്കണം. എന്തിനാണ് ഹിന്ദു മുസ്ലിം ഇതൊക്കെ പറയണത്? മരിച്ചു ചെല്ലുമ്പോ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ റബ്ബ് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി. നമ്മള് വിശ്വസിച്ച് വന്നത് റബ്ബിന്റെ ഒരു ഇതായോണ്ട് നമ്മ അങ്ങനെ ആയി. പക്ഷെ അതൊക്കെ പറയുമ്പോ അവർക്ക് ഇഷ്ടപ്പെടും തോന്നുന്നുള്ളൂ. അല്ല, ആ മുസ്ലിമുകള് സ്വർഗത്തിൽ പോകൂല എന്ന് വിശ്വസിക്കണ ആളല്ല ഞാൻ. നന്മയുള്ളവരെല്ലാരും സ്വർഗത്തിൽ പോകും. അതെ, ഓരോരുത്തരുടെ പ്രവൃത്തിയിലാണ് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ മെയിനായിട്ട്. എല്ലാം കർമ്മത്തില് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ മനുഷ്യരും നല്ല കർമ്മങ്ങൾ ചെയ്താ അതിനുള്ള എന്താ പറഞ്ഞ അതിനുള്ള ഫലങ്ങളാണ്, അനന്തര ഫലങ്ങൾ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ട് അവർ പോകും. നന്മ ചെയ്താൽ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചു മരിക്കും. തിന്മ ചെയ്താൽ അതനുസരിച്ച് അവർക്ക് ശിക്ഷകൾ ഭൂമിയിൽ തന്നെ കിട്ടും.
അത് പക്ഷെ ഇപ്പൊ നമ്മള് അതൊന്നും പറയാൻ വേണ്ടിട്ടല്ല വന്നത് കേട്ടാ. മെയിൻ ആയിട്ട് എനിക്ക് ഇങ്ങനെ പേഴ്സണലി ഒക്കെ കമന്റ് വന്നു തുടങ്ങി. ഒരുപാട് വന്നു പേഴ്സണലി. ഭയങ്കരമായിട്ടും കമന്റ് വന്നു. ഒരു നബിദിന ആശംസകളെങ്കിലും പറയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയട്ടെ, ഞങ്ങള് എല്ലാരും അന്നത്തെ ദിവസം നബിദിനവും കൂടി ആയപ്പോ ഒരുപാട് സന്തോഷിച്ച്. കാരണം എല്ലാരും കൂടി ഒരുമിച്ച് കൂടണല്ലേ, സദ്യ പ്ലസ് നെയ്ച്ചോറ് കഴിക്കാം. അന്നത്തെ ദിവസം എന്താ അടിപൊളിയായിരുന്നു അറിയോ. പക്ഷെ ഔട്ട് വരുമ്പോ ആളുകൾ കാണുന്നത് നമ്മ എല്ലാരും കൂടി ഒരുമിച്ചത് സദ്യ പക്ഷെ നമ്മ നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടി തന്നെ സദ്യ പായസമൊക്കെ കുടിച്ചിട്ട് ശരിക്കും പറഞ്ഞാ മന്ദിച്ചു പോയി. അപ്പൊ രാത്രി നബിദിനത്തിന്റെ ചോറും എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തേ. പക്ഷെ അവിടെ ചോറും ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു. കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പാർസൽ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ വേറൊരു കാര്യം കൂടി, എന്റെ വീട്ടില് ഞങ്ങൾ ഓണസദ്യ കഴിച്ചത് ഓണത്തിന്റെ അന്നല്ല. എല്ലാരും പക്ഷെ വീഡിയോ ഔട്ട് പോയത് നബിദിനത്തിന്റെ അന്നാണെന്നുള്ളൂ. അത് എഡിറ്റ്, കാരണം ഒരു വീഡിയോ നമ്മൾ എടുത്ത് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയ ശേഷിയിൽ ഞാനായിട്ടില്ല. എനിക്ക് മിനിമം 1-2 ദിവസമെങ്കിലും വേണം. ഞങ്ങൾ ഓണത്തിന് എത്രയോ 3 ദിവസം മുമ്പാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം കറക്റ്റ് നബിദിനം ഓണത്തിന്റെ അന്നായിരിക്കും എൻ്റെ വീട്ടിലും ഉണ്ടായത്. അത് അന്ന് അവിടെ ചോറുണ്ടായിരുന്നു. അന്ന് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വയറൊക്കെ പറ്റണ്ടായിരുന്നില്ല. നമ്മളിപ്പൊ എന്തോരം പ്രതിസന്ധി കൂടി നമ്മളെല്ലാരും ഈക്വലി കടന്നുപോയി. ഇപ്പൊ കോവിഡ് വന്ന്, പ്രളയം വന്ന്, എന്തെല്ലാം ഫേസ് ചെയ്ത് നമ്മളെല്ലാരും. ഓരോ വർഷവും സത്യം പറഞ്ഞ ഇപ്പൊ പേടിയാണ്. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഒരു മനുഷ്യൻ ജാതി നോക്കിയിട്ടാണ് നമ്മള് രക്ഷിക്കാൻ വന്നത്. ആ സമയത്ത് നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഇതൊന്നും അപ്പൊ ഒന്നും ചോദിക്കൂല. പള്ളികളിൽ എല്ലാരെയും പാർപ്പിക്കും, അമ്പലത്തിൽ പാർപ്പിക്കും, ക്രിസ്ത്യൻ പള്ളിയിൽ എല്ലാരും പാർപ്പിക്കും, സ്കൂളുകളിൽ എല്ലാരും ഒരുമിച്ച് നിൽക്കണ്. പക്ഷെ ഇതൊക്കെ മാറിക്കഴിഞ്ഞ് എല്ലാരും ഓക്കെ ആയി കഴിയുമ്പോ അപ്പൊ ജാതി വരുമായിരിക്കുക. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കണില്ല കേട്ടോ. കാരണം ഒരു പ്രശ്നം വരുമ്പോ മതമില്ല, പ്രശ്നങ്ങളൊക്കെ മാറി സേഫായി കഴിയുമ്പോ എല്ലാവർക്കും മതം. അത് എനിക്ക് ഭയങ്കര, കാരണം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ എൻ്റെ ഫാമിലിന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് എല്ലാരും ഒന്നല്ലേ. അപ്പൊ അങ്ങനെ എല്ലാരും വേർതിരിവുള്ള കമന്റ്സുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നത്. എല്ലാരും അങ്ങനെയല്ല കേട്ടോ, കുറച്ച് ആളുകളേ ഉള്ളൂ. കുറച്ച് ആളുകളോടാണ് ഇത് പറയാനുള്ളത്. കാരണം അവര് അങ്ങനെ വേർതിരിച്ച് കാണുന്നത് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടില് അങ്ങനത്തെ കമന്റ്, പിന്നെ മെസ്സേജിൽ ദീനുള്ള ഒരാളാണെങ്കിൽ നിനക്ക് അത് ചെയ്തുകൂടെ, എടി പോടി അനാവശ്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ശരിയായ ദീനുള്ള ഒരാൾ ഒരിക്കലും മറ്റൊരാൾ അങ്ങനെ വിളിക്കൂല. ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളെ മോശം വാക്കുകൾ പറയൂല ദീനുള്ള ആളെ. അത് കേക്കണം ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ അത് കേൾക്കണം. അന്നൊന്നും ചിന്തിക്കാണ്ടാണ് നമ്മള് ഇന്ന് വരെ എന്നെ നേരിട്ട് പോലും കണ്ടിട്ടുണ്ടാവില്ല, വീഡിയോ കൂടിയല്ലേ എന്നെ കാണുന്നത്. അപ്പൊ എനിക്ക് മെസ്സേജ് വന്നത് ഇങ്ങനെയാണ്, എടി നീ എന്ത് ചെയ്തില്ലേടി. അപ്പൊ ഞാനോർക്കും അള്ളാഹു ഇതെന്താ എന്നെ ഇങ്ങനെ ഇത്രയും ഇതാക്കണായിരിക്ക. അപ്പൊ തിരിക്കാക്ക് പറഞ്ഞ് ഇനി നമുക്ക് റിയാക്ട് തന്നെ ചെയ്യണം എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഫാമിലി പോലെയാണ് എല്ലാരെയും കാണുന്നത്. ഈച്ച് ആൻഡ് എവ്രി വൺ. നമ്മൾ 3 ലക്ഷം പേര് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിക്കാണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. നമ്മളെ ഫാമിലി വലുതായി. അപ്പോഴും അങ്ങനെയല്ലേ ഇരിക്കാ പറയുന്നത്. എല്ലാവരോടും സ്നേഹം മാത്രമേ, എല്ലാവരോടും. അതില് അങ്ങനെ ഹിന്ദു എല്ലാം ഞങ്ങൾ ആഘോഷിക്കണല്ല, അതൊരു സന്തോഷമാണ്. അത് അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദിവസങ്ങളിലൊക്കെ സ്കൂളുകളില്ല. മെയിനായിട്ട് ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും ഫാമിലീനെ കാണും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ അതൊന്നും ഇല്ല. എന്തെങ്കിലും ഫംഗ്ഷൻ വരണം, കല്യാണം, കുടുംബത്തെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം എല്ലാരെയും കാണുന്നത്. ഇപ്പൊ സ്കൂള് പൂട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനൊരു അവസരം. ഇനിയിപ്പൊ ഇൻ കേസ് ക്രിസ്മസിന്റെ സ്കൂൾ പൂട്ടുമ്പോ ഇതുപോലെ ആരെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അപ്പോഴും എല്ലാരും വരും. അവര് ക്രിസ്മസ് ആഘോഷിച്ച് അതൊരു ആഘോഷം. എല്ലാരും കൂടുമ്പോൾ ഒരു സന്തോഷം. അത് ആ ഒരു പർട്ടിക്കുലർ ഡേയിലാകുമ്പോ അതിന് സന്തോഷത്തിന് ഒരു ഇരട്ടി മധുരമായിരിക്കും ഏത് രീതിയിലായാലും. അപ്പൊ സന്തോഷങ്ങൾ, നല്ല രീതിയിലുള്ള സന്തോഷങ്ങൾ, അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് നമ്മുടെ മക്കൾ ഇപ്പൊ ഞാനൊന്നും പണ്ട് ഉമ്മാനോടൊന്നും ചോദ്യങ്ങൾ ചോദിക്കൂല. പക്ഷെ എൻ്റെ മക്കൾ നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മക്കളാണ്. ഇപ്പൊ ഞാൻ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ അവരും വായിക്കണത് ചിന്തിക്കാനും കഴിവുള്ള മക്കളാണ് അല്ലേ ഇരിക്കാം. എൻ്റെ മക്കളല്ല ബാക്കിയുള്ള മക്കളാണെങ്കിലും
ഈ വളർന്നു തന്നെ മക്കൾക്ക് നമ്മ എന്ത് മെസ്സേജാണ് ഈ കൊടുക്കണത്? ബാക്കിയുള്ളവരെ വേർതിരിച്ച് കാണാൻ, നമ്മുടേത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറയുമ്പോൾ മക്കളുടെ ഉള്ളിലും ആ ഒരു വിവേചനം ഉണ്ടാവൂലേ? വിവേചനം തന്നെ ഇല്ലായിരിക്കാം. ഞാൻ ചിലപ്പോ മലയാളം പാടൊക്കെ പറയുമ്പോൾ മാറിപ്പോട്ടെ, ഇനി വല്ല വേറെ കായ അതും പണിയാ അല്ലേ? എല്ലാരും ഇത്ര പറയാനുള്ളൂ. ഈ മോശം കമന്റ് പേഴ്സണലി പക്ഷെ ആരോടും ദേഷ്യമില്ല. പക്ഷെ ഞാനത് പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. അപ്പൊ ഞാൻ ഓർക്കണ നബിദിനം ഞാൻ ഇങ്ങനെ വിഷ് ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് മെസ്സേജ് ഇങ്ങനെ വന്നത്? പിന്നെ അല്ലാതെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ രീതികൾ, എൻ്റെ ശൈലി, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തികളൊക്കെ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ കരിയുണ്ട്. ഞങ്ങളുടെ കൊച്ചിയിലൊന്നും പെരുന്നാൾ പോലെ ആഘോഷിച്ച് എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതുപോലെ പെരുന്നാളിന് നമ്മൾ ആഘോഷിക്കാറുണ്ട് എല്ലാരും ഒരുമിച്ച്, ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടില് പെരുന്നാളൊക്കെ ആകുമ്പോ എൻ്റെ ഇക്കാക്കാന്റെ ഒരുപാട് ഫ്രണ്ട്സ്, ഈ പറഞ്ഞ പോലെ മതവും ഇതൊന്നും നമ്മൾ പറയണില്ല, എല്ലാരും വരും. അപ്പൊ അവര് പറയണ എന്താ അറിയുമായിരിക്കാം, ഓ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് രസമാണ്, നിങ്ങളെ പെരുന്നാൾ എന്ത് രസാണെന്ന്. പെരുന്നാളല്ല രസം, നമ്മളെല്ലാരും കൂടണതാണ് ആ ഒരു രസത്തിന് ഒരു ഭംഗി വന്നത്. ആ ടൈമിൽ അവരെ പാരന്റ്സ് എതിർക്കണവരെ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കല്ലേ, അവര് വീട്ടില് അവര് മുസ്ലിംസ് അല്ലേ, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്റെ അറിവിലില്ല കേട്ടോ അങ്ങനെ. മറിച്ച് നമ്മളാണ് അവരൊരു ഇതിന് പോണെങ്കിൽ ഒരുപക്ഷെ ഇതേപോലെ എതിർക്കും, എഗെയിൻസ്റ്റ് വരും. എന്തിനാ അങ്ങനെ പോയി? നമ്മളെല്ലാരും സ്നേഹിക്കാനല്ല നമ്മളെ പഠിപ്പിച്ചേക്കണം. എന്റെ വീട്ടില് ഇപ്പൊ ഇക്കാക്കന്മാരൊക്കെ കൂട്ടുകാരന്മാരും കൂട്ടുകാരത്തിമാരൊക്കെ ഏത് കാലഘട്ടം മുതൽ നമ്മളെ വീട്ടിൽ പെരുന്നാളിന് വരുന്നവരും അവര് അന്ന് പറയുമ്പോഴേക്കും, അയ്യോ എടാ റഷീഫ നിന്റെ വീട്ടിൽ എന്ത് രസമാണെന്ന് പറയുമ്പോ എൻ്റെ ഉമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ അറിയോ മക്കളെ, അത് പെരുന്നാളായോണ്ടല്ല രസം, നിങ്ങളുടെ വീട്ടിലും എല്ലാരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ചുറ്റുമിരുന്ന് കഴിക്കുമ്പോ അപ്പോഴും ഉണ്ടാവും രസം. നമ്മൾ പെരുന്നാളായോണ്ടല്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഓണത്തിന് നിങ്ങൾ കാണുമ്പോ ഓണം ദിവസം നമ്മൾ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനൊരു ഭംഗി ഉണ്ടായത് എല്ലാരും കൂടി ഒത്തുകൂടിയോണ്ടാണ്. എന്റെ ഫാമിലി എല്ലാവർക്കും കാണണോന്ന് പറഞ്ഞു എന്റെ ഫാമിലി അങ്ങനെ കൂടാറില്ല. ശരിക്കും കൂടാറില്ല എന്റെ ഫാമിലി. പക്ഷെ ഇപ്പൊ കൂടിക്കഴിഞ്ഞപ്പോ ഇല്ലല്ലോ, എല്ലാവർക്കും എന്ത് സന്തോഷം, ഇനിയും കൂടുന്ന പറഞ്ഞ ക്രിസ്മസ് മുടക്കം അന്നും കൂടുന്ന പറഞ്ഞേക്കണം. അത് ക്രിസ്മസ് ആയത് കൊണ്ടല്ല അവര് കൂടുന്ന, പിള്ളേര് ക്ലാസ് ഇല്ല, അടുത്ത ടൂർ പോകണമെന്നാണ്. അപ്പൊ പ്ലാനിങ്, അപ്പൊ ഒരു കൂട്ടായ്മ അവിടെ വന്ന് കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ പറഞ്ഞത്. എനിക്കത് ഫീൽ ചെയ്ത് അവിടെ ശരിക്കും പറഞ്ഞ. കാരണം ഞങ്ങൾ കുറെ നാളായി എൻ്റെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു എല്ലാരും ഇപ്പൊ നമ്മളിപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് തന്നെ എല്ലാരും പറയുമല്ലോ, തുടങ്ങിയിട്ട് ജെറിന്റെ ഒരാളെയും കണ്ടിട്ടില്ല, ജെറിന്റെ ആരും ഇല്ലേ, ക്യാക്കാരുമില്ലേന്ന്. ക്യാക്ക് എല്ലാരും ഉണ്ട്, പക്ഷെ ആരും കൂടുതലുണ്ടായിരുന്നില്ല. എല്ലാരും കൂടി തുടങ്ങി. ഇനിയിപ്പൊ എന്റെ ആൾക്കാർ ഒരുപാട് കാണാൻ നിങ്ങൾക്ക് അവസാനം അവസാനം പറയും, അയ്യോ തെക്കാന്റെ വീട്ടുകാരെ കണ്ടല്ലോ പറയിപ്പിക്കും. അപ്പൊ ആരോടും നമുക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മളൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് നമ്മള് എത്രയോ ജനറേഷൻ, കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയോ ജനറേഷൻ തന്നെ ഒരു വീട്ടിലില്ലേ, 4-5 ജനറേഷനുള്ള വീടുകളുണ്ട്. 4 ജനറേഷൻ. അപ്പൊ ഈ ജനറേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മിങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് ജാതിന്റെ പേര് പറഞ്ഞ് ഒരു ഇത് കൊടുക്കണ്ട. അത് മക്കളിൽ കൊടുക്കണ്ടതൊന്നും. മക്കളൊക്കെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളരട്ടെ. അവരുടെ ഉള്ളിലാണ് എല്ലാം വേണ്ടത്. സ്നേഹവും മതമൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. നമ്മളാ ഇങ്ങനെ പഴമക്കാര് പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. മക്കൾക്ക് അങ്ങനെ ഒരു സാധനം. അല്ല, ഞാന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു വയസ്സായ ഒരു അമ്മുമ്മ ഇല്ലായിരിക്കാം, അവര് കൂട്ടി വെച്ച കാശ്, ഒരു മുത്തശ്ശി കൂട്ടി വെച്ച കാശ് എടുത്തിട്ട് അവര് നബിദിനത്തിന് പിള്ളേർക്ക് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അപ്പൊ അതാരും പറയണില്ല. അയ്യോ അപ്പൊ അവരെ കുടുംബത്തുള്ളവർക്ക് പറഞ്ഞൂടെ, അയ്യോ നമുക്ക് ഇവർക്ക് കാശ് കൊടുത്തൂടാ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ. ഇത് ഞങ്ങളും നബിദിനത്തിന് ഈ പറഞ്ഞ പോലെ പിള്ളേർ, എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പള്ളികളിലേക്ക് ചെയ്ത് നമ്മ ചെയ്യണത് എല്ലാവരോടും പറയണ എന്തിനാണ്, അത് കാണിക്കണ എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നമുക്കും വേണമെങ്കിൽ
നമ്മ ഇതൊക്കെ ചെയ്ത് നമ്മള് പിള്ളേർക്ക് അത് വാങ്ങിച്ചു കൊടുത്ത് പള്ളിയിലേക്ക് ഇന്നത് കൊടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരുപാട് ആളുകൾ ഹാപ്പി ആയിരിക്കും. കുറച്ച് അപ്പോഴും ഇതേപോലെ അഗേൻസ്റ്റ് മെസ്സേജ് വരും, നീ ഇതൊക്കെ എന്തിനാണ് കാണിക്കണാന്ന് ചോദിക്കും. മനസ്സിലായി. നല്ല കാര്യങ്ങൾ എന്തായാലും ആ മെസ്സേജ് ഒക്കെ വന്നപ്പോ കുറച്ചധികം ഹേർട്ടായി ശരിക്കും. ഫാമിലിന്ന് വെച്ചൊക്കെ മെസ്സേജ് ആ എന്റെ കാരണം എന്റെ കുടുംബം എന്ന് പറഞ്ഞാല് കാണാണ്. ഞങ്ങൾ ആരും ഒരു വീഡിയോയില എന്റെ ഉപ്പ പോലും അഭിനയിച്ച ഒന്നും ഇതാക്കാറില്ല. എന്റെ ഉപ്പയൊക്കെ അത് തന്നെ. ഉപ്പാക്കൊന്നും ഇനി വേറെ ഫേസ് ഒന്നും ഇല്ല. പിന്നെ ഒരു ഫേസ് ഉള്ള ദേഷ്യം പിടിച്ച ഫേസാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ്, അതൊക്കെ കഴിഞ്ഞു പോയി അല്ലേ. ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഉപ്പ ദേഷ്യം പിടിച്ചത്. എനിക്കൊക്കെ വന്നതിനൊക്കെ മുമ്പ്. പിന്നെ ഉള്ള എന്റെ ഉപ്പ ഇതൊക്കെ തന്നെയാണ്. അപ്പോ എന്താ പറയാ, നമ്മള് ഫാമിലി, നമ്മ എല്ലാരും ഒന്നാണ്. നമ്മുടെ കയ്യില് മതമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ഞാൻ തലയിലിടാത്ത ഇത് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, അന്ന് സാരി ഉടുത്തപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അതൊരിക്കാനോട് ചോദിച്ചതായിരിക്കും, അപ്പൊ ഓക്കേണാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. നേരെ മറിച്ചിരിക്കാനോ പറഞ്ഞ് ഞാൻ ഒരിക്കലും അങ്ങനെ സാരി ഉടുക്കൂല. പക്ഷെ എന്റെ ഇഷ്ടം എനിക്ക് കൺസിഡർ ചെയ്താണ് അവിടെ. എല്ലാവർക്കും ആഗ്രഹങ്ങള്. ഈ പറഞ്ഞ കമന്റ് ഇടുന്നവരും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ആഗ്രഹിക്കണ്ടാവും കണ്ണാടിന്റെ മുമ്പിലേക്കുമ്പോ നമുക്ക് അങ്ങനെ ഒന്ന് എടുത്താലാ, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലാ, ഷോൾ ഇങ്ങനെ ഇട്ടാലാന്നൊക്കെ. നമ്മ പെൺകുട്ടികളെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുള്ള പെൺകുട്ടികളാണ് അല്ലേ. ആഗ്രഹങ്ങളൊക്കെ ചെയ്തോളൂ. അതൊക്കെ നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾ, അർഹമായ കാര്യങ്ങളിലൊന്നും അല്ല. അതിന് നമ്മ ആരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊന്നും ചെയ്യില്ല. പക്ഷെ വേറൊരു മോശം കാര്യത്തിന് എന്നോട് സാങ്ഷൻ ഞാൻ നോ പറയും, കട്ടായ ഞാൻ നോ പറയും. പക്ഷെ ഇതിലെനിക്ക് അങ്ങനെ അതെ, എന്നോട് നോ പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്ത ആളാണെന്നറിയാലോ എല്ലാവർക്കും. അപ്പൊ അത്രയ്ക്കും അല്ലേ ഉള്ളൂ എനിക്കാ. പക്ഷെ പറഞ്ഞതിനിപ്പോ എന്തോ വലിയൊരു ഭാരം പോയാലേട്ടാ. ഞാൻ പക്ഷെ ഇങ്ങനെയൊന്നുമല്ല റിയാക്ട് ചെയ്യാറുന്നത്. കുറച്ച് ദേഷ്യത്തിൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ പറയാം. പക്ഷെ നടപടിയില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇന്ന് വൈകിട്ട് ചായക്ക് കടി ഉണ്ടാക്കുമായിരുന്നു ഗൈസ്. ഇന്ന് പരിപ്പോടിയാണ്. കൊറേയൊക്കെ കരിക്കായി, കുറച്ച് കരിഞ്ഞു പോയി. പക്ഷെ എല്ലാരും സന്തോഷത്തോടെ കുറച്ച് കരിഞ്ഞാലും എന്താണ് മനസ്സിന്റെ ഉള്ളിലെ ഭാരമൊക്കെ ഇറങ്ങിപ്പോയി ഗൈസ്. അപ്പൊ പിന്നെ കരിഞ്ഞാലും എനിക്ക് വല്ല സങ്കടമൊന്നും തോന്നല്ല. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാനൊക്കെ വിധി ഉണ്ടാവട്ടെ. പിന്നെ കുറെ കമന്റ്സ് കണ്ടിട്ട് എന്നെ പുറത്തുനിന്ന് കണ്ട എനിക്ക് ഭയങ്കര ജാടയാണെന്നൊക്കെ. ഒന്നില്ലെങ്കിൽ ഞാൻ കണ്ടു കാണൂലായിരിക്കും. അതാണ് എനിക്ക് അതെ, എന്നെ എന്തെങ്കിലുമൊക്കെ എനിക്കാകെ ചോദിച്ചിട്ട് വാങ്ങിച്ചു തരാണ്ട് മനസ്സ് അവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ വരാറുണ്ട് ഞാൻ സമയത്ത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അപ്പോ എന്നെ പുറത്തുനിന്നൊക്കെ കാണുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെ പിന്നെ പെടൂലെന്ന്. അതെ, നിങ്ങളെ ബോറടിപ്പിച്ചാലേ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെ അല്ലേ ഉള്ളൂ. എനിക്ക് കുറേ വീഡിയോ അതിന്റെ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇതിപ്പോ പറഞ്ഞോണ്ട് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. അതെ, എന്തെങ്കിലുമൊക്കെ നമ്മ പറഞ്ഞത് അവരെ രീതിന്ന് അഗെയിൻസ്റ്റ് ആണെങ്കിലും നമ്മളോട് പൊരുത്തപ്പെടാം. കാരണം നമ്മളെ മനസ്സ് അത്രയും വിശാലമല്ല. നമ്മുടെ വിദ്യാഭ്യാസം നമ്മ കുറെ ചിന്തിപ്പിക്കും. കൊറേയൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് കേട്ടെ ഇങ്ങനെയൊക്കെ നമുക്കും സംസാരിക്കാനും ഇതാക്കാനൊക്കെ തുടങ്ങിയത്. എല്ലാരും ചിന്തിക്കുക. അതിലൊരു കമന്റിന് ഒരാൾ റിപ്ലൈ ചെയ്തിട്ടുണ്ടായി, നിങ്ങൾ നസ്രിയനോടും മമ്മൂട്ടിന്റെ വൈഫിനോടും തട്ടോടാൻ പറയാത്ത എന്താണ് റിൻസിനോടാണോ? അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിലെന്താണ്ടൊക്കെ ഉണ്ട് അതില്. പറയണ്ടല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ കമന്റുകൾ വന്ന്. പക്ഷെ അതൊക്കെ ഫണ്ണായിട്ട് നമ്മൾ എടുക്കണത്. ഞാൻ പറഞ്ഞില്ലേ, കമന്റ് ഇട്ടതുകൊണ്ടല്ല, പേഴ്സണലി എന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നി. എനിക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര സങ്കടം തോന്നി. നമ്മളായിട്ട് നിക്കണ സമയത്ത് അല്ലെങ്കിൽ ഇനി ഇല്ലാത്തത് കാണിക്കേണ്ടി വരും നമ്മള്. അതെ, എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ ഓരോ പരിപാടി വരുമ്പോഴാണോ അതാണ് ഞങ്ങളുടെ ചാനല്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ആരെയും ദ്രോഹിക്കാത്ത രീതിയിൽ ഇഷ്ടങ്ങളാണ്. അതെ, എന്നായിരിക്കും അത്രയും പാവോട്ട്, എന്നായിരിക്കും അത്രയും ഹേർട്ടായി. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചില സമയത്ത് എനിക്ക് ഇങ്ങനെ സങ്കടമായി അങ്ങോട്ട് പോട്ടടി, നിന്നെ എനിക്കറിയൂലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതായിരിക്കും ആകെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി കൊള്ളാം, എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കാണ്ടല്ലോ. മതം ഭയങ്കരമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വളർന്നു എന്റെ മക്കൾക്ക് നമ്മൾ എന്ത് മെസ്സേജാണ് കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ട് കമന്റ് ഒക്കെ ചെയ്യാം. സ്നേഹമുള്ള കമന്റ്സ് ഒരുപാടുണ്ടായി, അവരോടൊക്കെ ഒരുപാട് തിരിച്ച് സ്നേഹം തന്നെ ഉള്ളൂ. ആരോടും ദേഷ്യമില്ല. പക്ഷെ ഭയങ്കര ഒരു എന്താ അതിന് ഇനി ഒന്നും പറയാനുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബൈ ബൈ.
എന്റെ പരിപ്പോടെയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ എല്ലായിരിക്കും. ബൈ 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 ബൈ.